ഹായ് ചങ്ങായിമാരെ, നാട്ടിലൊക്കെ പുടുത്തം വിട്ട പെരും മഴ പെയ്യണേൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് ചെറിയൊരു കിണറിൻ്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. കുന്നുംപുറം ചേറൂർ ഭാഗത്താട്ടോ. ഒരു വീട്ടിലേക്ക് പോണ വഴി അതിൽക്കൂടെ ഒരു കാറും ലോറിയൊന്നും പോകില്ല. കാര്യം എന്താ വെച്ചാൽ ആ വഴിൻ്റെ സെൻറ്ററിൽ ഒരു കിണറുണ്ട്, കാട് പിടിച്ച് പൊട്ടക്കിണറാട്ടോ. ആ കിണറിൻ്റെ ഒരു ഏകദേശം സെൻറ്ററിൽ താഴ്ചയിൽ ഒരു വലിയൊരു മണ്ണിൻ്റെ കട്ട ഇടിഞ്ഞ് വീഴാനുള്ളൊരു ഗുഹമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ആ കിണർ തൂർത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽക്കൂടെ കാറ് ലോറിയൊക്കെ പെരേക്ക് പോവും. അപ്പോൾ ക്ലൈൻറ്റ് അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ കിണർ കുഴിക്കാൻ നിൽക്കണം. ആ കുഴിച്ച മണ്ണ് ഇതിൽ കിട്ടുകയാണെങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു പുതിയ കിണർ കുഴിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്രത്തോളം ലേബർ ചാർജ് വരും എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മളെ വിളിച്ചുകാണ്ട് ആ ഒരു വഴിയിലുള്ള കിണർ അതിനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ കെട്ടി ഒരു ഹാഫ് സ്ലേവ് വിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ കൂടെ വണ്ടി പോകാനുള്ള പരിഹാരം കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോയിക്കാണ്ട് ക്ലൈൻറ്റിന് അങ്ങനത്തെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കണ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ എന്ത് വീഡിയോ ഇട്ടിക്കുകയാണെങ്കിലും അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ ഫോൺ ചെയ്യും, മെസ്സേജ് അയക്കും, ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാണ്ട് അങ്ങനെ ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും സക്സസ് ആണെന്ന് നമുക്കറിയാം. പിന്നെ ഈ വീഡിയോ ഡെഡിക്കേഷൻ ചെയ്യണ ആർക്കാന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രവാസികൾക്കാട്ടോ. അപ്പം കിണറും പണിയിൽ എൻ്റെ ആശാൻ എൻ്റെ ഉസ്താദിനെയും കൂട്ടിയിട്ടാണ് പോണത്. അപ്പം നേരം വേഗണ്ട, നമുക്ക് ഈ വീഡിയോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതിലേക്കെത്തി ടോർച്ചൊക്കെ കൊണ്ടുകൊടുക്കി. കാട്ടിലുള്ള ഒരു കിണർ ഇതിപ്പോൾ നിങ്ങൾ നന്നാക്കാൻ പറ്റില്ല എന്നെ മൂടുള്ള പരിപാടിയാ. മൂടണ്ട, അതിനിവിടെ എത്ര പഴക്കുണ്ടാവും? ആയില്ലല്ലോ. വെള്ളം ഉണ്ടല്ലേ? അതാ താഴെ ഒരു പക്കറ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ആ പക്കറയിൽ നിന്ന് വന്നോ. അവിടുന്ന് എങ്ങനെ നിരപ്പടിച്ചാൽ നമുക്ക് അല്ല. ഇപ്പൊ ഇത്ര വെള്ളമുള്ള സ്ഥിതിക്ക് എന്താ ചെയ്യാ? മണ്ണൊക്കെ നമുക്ക് അങ്ങോട്ട് കൂടേണ്ട ആവശ്യമില്ല, വെള്ളത്തിൽ കിട്ടാ പോരാ. ഈ വേനൽക്ക് വരാൻ മണ്ണ് വെള്ളത്തിൽ കിട്ടുക എന്നിട്ടോ ഇതിലെല്ലാരും ചണ്ടി കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇതിപ്പോ ഈ കാണുന്ന ഓട്ടപ്പം ആയതാണോ അതോ പഴയതാണോ? വല്ല ഉള്ളിക്ക് വലിയാണോ അതോ മണ്ണ് ഇടിഞ്ഞു പോയതോ? കിണറ്റിന് ഉള്ളിക്കല്ലേ? കിണറ്റ് വീണതല്ലേ? ഭയങ്കര പൊത്താട്ടോ ഇത്. പിന്നെ ശരിക്കും പാറ മാത്രല്ല, ചരലായിട്ടേ ചരലിൽ ഇങ്ങനെ വലിയ വലിയ കല്ലാവുമ്പോ അതിങ്ങനെ വൈബ്രേഷൻ ആവും. അതായത് ഉറപ്പുള്ള മണ്ണാണ് ഈ കാണുന്ന മുകളിലൊക്കെ അല്ലേ കേട്ടോ. നമ്മളെ മറ്റേ പാറയുടെ മണ്ണുണ്ടല്ലോ, പാറ കറക്റ്റ് അല്ലേ, ഷേപ്പ് അല്ലാത്തൊരു പാറ. നിങ്ങൾക്ക് വേണ്ടി എന്താ വെച്ചാല് ഇതിപ്പോ നമ്മൾ ചെയ്യൂലെന്നുണ്ടെങ്കിൽ തൂർക്കും. കാരണം എന്താ പെരേക്കുള്ള വഴി ആയിട്ടാണ് ഇത്. നമുക്ക് കിണർ അടിച്ചിട്ട് അവിടെ നിങ്ങളെ വീട്ടിലുള്ള വയ്യാണ് ഇപ്പൊ ഈ കാണുന്നത്. എന്താ റോഡാക്കാത്ത്? ഇനി ആദ്യം കിണറൊക്കെ ശരിയാക്കണല്ലേ? ഇതില് പറഞ്ഞോ എനിക്ക് വയ്യ വേണമെന്നുണ്ടെങ്കിൽ ഈ കിണർ കെട്ടണം എന്ന് പറഞ്ഞാണേ. ഇതല്ല നിങ്ങൾക്ക് ഇതിന് വലിയ കേസൊക്കെ മൂപ്പര് കിണറാക്കി തരും, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. എന്തൊരു കിണറാണ് നോക്കിയാണ് ഇത്ര കാലായിട്ട് ഒരു കിണറിന്റെ അടിയിൽ നിന്ന് പകുതി വരെ നല്ല വൃത്തിയാണ്, പടവൊക്കെ നല്ല ഉഷാറാണല്ലേ? നല്ല ഉഷാറാണ്. പക്ഷെ അടിയിൽ ഒരു സൈസ് ഓട് ടൈപ്പാണ്, കൊത്തിയിരുന്ന് കിട്ടുന്ന സൈസ് ഒരു ഉറച്ചെടുപ്പ് മണ്ണാണ്. അപ്പൊ നമ്മള് പിന്നെ ആളെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ അടിയിൽ കൊത്തുമ്പോ ഈ പകുതിന്റെ മേലെന്ന് ഇടിഞ്ഞാടും. അപ്പൊ ഓരെന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് കൊത്താൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്താ നമ്മള് ചെയ്യാൻ പോണ പണി എങ്ങനെ അറിയാം? ഇവിടെ ഈ ഭാഗം ഒറ്റ സ്ലാബ് ഹാഫ് സ്ലേവ് ഇട്ടാൽ മതി. നമുക്ക് നല്ലൊരു ബീം എടുത്ത് കണ്ടേ നമ്മൾ ഇട്ടുതരാം. ലോറി വരെ ഉണ്ടാവാം. ഇപ്പോഴില്ല, ഇപ്പത്തെ അവസ്ഥയിൽ ആ കിണറിന്റെ വക്കുണ്ടല്ലോ, ഈ കിണറിന്റെ വക്കുമ്പോ ഈ മതിൽമേൽ എത്ര ഉണ്ടാവും പറയും? 2 മീറ്റർ കറക്റ്റ് ഉണ്ടാവുള്ളൂ കഷ്ടിച്ച്. ഒരു നിസാം പോവുകയാണെങ്കിൽ ലോഡേറ്റ് പോകണ ഇടിഞ്ഞു പോണ വെള്ളത്തിനപ്പം നിൽക്കണത് ഈ സൈഡ്. അപ്പോൾ നമ്മൾ നല്ലൊരു സെറ്റപ്പ് കെട്ടിയിട്ട് ഒരു ഹെവി ബീം ഉണ്ടല്ലോ, ഈ സെൻറ്റർ ടു സെൻറ്റർ ഒരു ബീം എടുത്താൽ നമ്മൾ ഈ വൈൻ്റെ ഭാഗമാക്കി മാറ്റുക. നിങ്ങൾക്ക് ഇതാ ആജീവനാന്ന് കയറിന് എന്നാ പറയാം. 100 കൊല്ലത്തെ കാര്യം നമ്മൾ തരാം. 100 കൊല്ലത്തെ കാര്യം നമുക്ക് ധൈര്യം എടുക്കാമല്ലോ. നമ്മൾ വാങ്ങണ കായ്ക്ക് നന്ദി കാണിക്കണമല്ലോ. 100 എങ്ങനെയാണ് എനിക്ക് വേറെ കാര്യം കൂടി അതിന്റെ പ്രിക്കോഷൻസ് പറഞ്ഞിടത്താണ്. ഈ മരം എന്തായാലും മുറിക്കേണ്ടി വരും. വലിയൊരു മരം നിക്കണൊക്കെയാണ് കിണറിന്റെ വക്കത്താട്ടോ.
പൊടിഞ്ഞില്ലേ? ഉടനെ ഉപ്പുത്തി എന്നാ ഒറിജിനൽ പേര്. എന്തായാലും സാധനം ഒഴിവാക്കണം. ഇല്ലെങ്കിൽ റോഡിന്റെ സൈഡത്തെ സ്ഥലം ആയതുകൊണ്ട് നിങ്ങൾ തൂർക്കും വേണ്ടി വരും അല്ലേ? അല്ല, റോഡ് സൈഡിലുള്ള സ്ഥലം ആയതുകൊണ്ട് ഇത് തൂർക്കേണ്ടി വരുമല്ലോ എന്തായാലും. കാരണം പണ്ടത്തെ ആ കിണറിന്റെ പവർ ഇന്നത്തെ കിണർ വെള്ളം കിട്ടില്ല. ഇത് പഴയ സ്ഥാനം നോക്കി ഉണ്ടാക്കിയ കിണറാണ്. വെള്ളമല്ല, തൂർക്കൽ വെള്ളമല്ല. അത് തൂർത്തോട് മീൻ അവിടെ കേറിച്ചില്ല. കേറാ പിന്നെ വരിക. തൂർക്കൊന്നും വേണ്ട, നമുക്ക് അടിച്ച് ശരിയാക്കാം. ഓക്കെ തരാം, ആയിക്കോട്ടെ. നിങ്ങളിപ്പോൾ എത്ര മാസം ലീവ് ഉണ്ട്? എത്ര മാസം ദിവസം കഴിഞ്ഞാൽ പോവാണ്. ഇത് ഭയങ്കര അപകടമാണ്. നടക്കുമ്പോഴേ ഉസ്താദെ പറഞ്ഞോടിക്ക് എങ്ങനെ ചെയ്യാന്നുള്ളേ. ഉറപ്പിച്ചാ നിങ്ങൾ പറഞ്ഞാളി. കാരണം അല്ല, ഓൽക്ക് എൻ്റെ റിസൾട്ട് കിട്ടിയാലല്ലേ ഇതാ പറ്റുള്ളൂ. എന്നാ തുടങ്ങണ്ടി? അല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞു നമുക്ക് ഓക്കെ ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നാളെ തന്നെ എന്ന് പറ്റുമെന്ന് ഇന്ന് തുടങ്ങാം. എന്താ സംഭവം എന്ന് അറിയാം, ഇവർക്ക് ലീവില്ല. ഒരൊറ്റ മാസത്തിനുള്ളിൽ ഈ പണി അവിടുത്തെ ചില്ലറ പണിയൊക്കെ തീർക്കണല്ലോ. ഇതിനൊരു മാസം വേണ്ടാന്ന്. അല്ല, അത് നമ്മൾ പറഞ്ഞ് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളെ എങ്ങനെ എടുക്കാന്നുള്ളത് കാര്യം പറയണം. മൂപ്പർക്ക് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനാണ്. കല്ലുവട കിട്ടൂല. നിങ്ങൾ തട്ടടിച്ചു തരുമോ? ഇത് ഈ കാണുന്ന മതിൽമേൽ അടിച്ച് തട്ടുണ്ടല്ലോ, ഇതല്ലേ? ഇത് തട്ടല്ല, പിന്നെ സെക്കൻഡ് കല്ല് വേണം. സെക്കൻഡ് അല്ല, കാരണം നമ്മൾ സെന്ററിന്റെ മുകളിൽ ഇട്ടണത് വെള്ളത്തിലിടണല്ലോ. സെക്കൻഡ് കല്ല് എത്ര ലോഡ് വേണ്ടി വരും? സെക്കൻഡ് കല്ല് ഇപ്പോൾ നമുക്ക് രണ്ട് കൂട്ടം അടിച്ചോളൂ. സെക്കൻഡും മുറി അടിച്ചോളൂ. ഒന്ന് തേർഡും സെക്കൻഡും അല്ലേ? അതെന്താ വെച്ചാൽ ഈ രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലാഭമാണ്. എന്നാൽ പിന്നെ ഈ കുത്തലിനൊക്കെ കുറെ മുറയൊക്കെ ഇട്ടുകാണ്ടേ അതിന്റെ മുകളിൽ ഇതിനും വലിയ കേസൊക്കെ നമ്മൾ സിമ്പിളാക്കി തീർത്തുണ്ട്. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. കിണർ കുത്തിയോട്ട് ഇപ്പം കിണർ അടിച്ചിട്ട് വെള്ളം കാട്ടി കൊടുക്കുന്നത് എണ്ണം കുത്തിയിട്ട് ഒരു പറമ്പിൽ കിണറുത്തി ഏയിലും വെള്ളം കണ്ടിട്ടില്ലാത്ത ഉസ്താദാണ് വന്നിട്ട് ശരിയാക്കിയത്. ഉസ്താദിനൊന്ന് കിട്ടിയാനോ നമ്മളെ വലിയ ഭാഗ്യാണ്. ആ തലയിലെ വെള്ളം കെട്ടുണ്ടെങ്കിൽ അതിനാ കായി. എന്റെ വീടിന്റെ അടുത്താണ്. നമ്മളിപ്പോൾ കണ്ണൂർ ഇതേമാതിരി കളിക്കുന്ന ടീം വിളിച്ചിട്ട് കണ്ണൂർ പോയി വർക്കുണ്ട്. ഇതേമാതിരി കാണാറുണ്ട്. നമ്പറിന് വേണ്ടി എത്ര കാലം മെസ്സേജ് അയച്ചു തരാം. സംഭവം എന്ന് വെച്ചാല് എങ്ങപ്പാണി നമ്മുടെ പ്രശ്നമുള്ള കാര്യമില്ല. ഞങ്ങൾ എല്ലാത്തിനുള്ള പണിക്കാരും എടുത്തിട്ടുണ്ട്. അവൻ ഉറപ്പിച്ചോ? എന്താ ചെയ്യേണ്ട തീരുമാനം? എത്ര ലോഡ് കൊല്ലേണ്ടി വരും? ഒരു വീട്ടിലുള്ള വയ്യാട്ടോ. ഈ വയ്യ കറക്റ്റ് ഇത്ര കാലം നടന്ന പോലെ വണ്ടി അറ്റല്ല, ബൈക്ക് മാത്രമേ കയറുള്ളൂ അല്ലേ? ഒരു 3 അടി, ഇവിടെ വരെ 8 അടി വയ്യുള്ളൂ. ഈ പറമ്പാരുതാ പറമ്പ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പേടിയും പഠിക്കാനില്ലല്ലോ. സിമ്പിൾ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ, ആരാന്റെ അതിരി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. 5 ലോഡ് തട്ടും 5 ലോഡ് മുറിയും കറക്റ്റ് ആവും. ഫുൾ ആവൂലേ? ഭൂമി ലെവൽ ബാക്കിലൊക്കെ പീസിട്ട് നടത്താനൊക്കെ ഉണ്ടാവൂലേ? എമ്പാടും. അപ്പൊ ഉറപ്പിച്ചിട്ടാ കല്ല് അടിച്ചിട്ടല്ലേ ഇനി തുടങ്ങാറ്റുള്ളൂ? അല്ലല്ല, എങ്ങനെ? നാളെ വന്നിട്ട് ഫസ്റ്റ് മണ്ണി മുന്നേ തുടങ്ങാന്ന് നമുക്ക് ഇത് സൈഡ് മെഷീൻ കൊണ്ടുവന്നതിന്റെ ഇറക്കുക. ഫസ്റ്റ് നമ്മൾ മെഷീനായിട്ട് മണ്ണ് ഇടിച്ചാണ്ട് പാറലോടത്തൊക്കെ പാറ കുറച്ച് തട്ടി നിരത്താണ്ടാവും മെഷീന്. ബാക്കി വികാസം കൊണ്ട് മണ്ണ് മൊത്തം ഈ കിണറ്റിക്ക് ഇടും. നിങ്ങൾ വേനൽക്ക് എന്ത് ചെയ്താൽ മതി, വാരിയെടുത്താൽ മതിട്ടോ. ഇറങ്ങണ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. അതിപ്പോ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ശരിയാക്കും തരും. നമ്പറും തന്നെ. അപ്പം നാളെ എടുക്കണോ? അപ്പോൾ ഈ ഒഴിവിനനുസരിച്ച് പറയണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നന്നാക്കൽ നിങ്ങൾ ഒഴിവിനനുസരിച്ച് പറയണം. വേനലിലേക്ക് തന്നെ നമ്മൾ നിങ്ങളോട് പറയാത്ത ഒഴിവില്ല. ഇപ്പൊ എന്റെ അഭിപ്രായത്തില് നമ്മള് നേരെ വന്ന് ഈ മണ്ണ് താത്തിട്ട് സ്ലേബൊക്കെ ബീമൊക്കെ അടിച്ച് വേണമെങ്കിൽ കെട്ടി കൊണ്ടുവന്ന് ഈ ഭൂമി ലെവലിലാക്കി തരും. ആ ഭൂമി ലെവലില് വിത്ത് എന്ത് ചെയ്യുന്ന അറിയോ? അതിന്റെ ഹാഫ് സ്ലേവ് ഇട്ട് തരും. ഹാഫ് സ്ലേവ് ഒക്കെ നമ്മൾ ഇട്ടുതരാം. ആ ബീമൊക്കെ ഉണ്ടാവും. അൾമാറ കെട്ടിത്തരാം. അൾമാറ കെട്ടാ അല്ലേ? നായ്ക്കളെ അൾമാറ കെട്ടി റെഡിയാക്കി തരാം. അപ്പൊ അതിനുള്ള അതെല്ലാം കൂടി ചെയ്യാനുള്ള ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞു. എസ്റ്റിമേറ്റ് പറഞ്ഞോളി. മൂപ്പരില്ലേ എത്രയോ ഇടിഞ്ഞു വീണ കിണറിലൊക്കെ പണിയെടുത്താടാ ഇല്ലേ? മാങ്കാവ്, കോഴിക്കോട് മാങ്കാവ്, കണ്ണൂർ പോയിട്ട് തോന്നുക. നമ്മൾ കിടക്കണ നീരൽപ്പാലത്താണ്. മൂപ്പരെ മെയിൻ ഏരിയ എവിടെ അറിയോ? കോഴിക്കോട് മാങ്കാവാ. അത് വിട്ടുകാണ്ടുള്ള ഒരു കളി മൂപ്പരെടുത്തില്ല. ഒക്കെ അവിടെ എന്ന് പറഞ്ഞാൽ പെടുത്താനില്ല. നമുക്കിത് ഇവിടുന്ന് അടി തൊട്ട് മേലെ വരെ കെട്ടാം. താഴത്തുനിന്ന് കെട്ടിക്കൊണ്ടിരും ചെങ്കല്ലോണ്ട്. നമ്മളെ ഉറപ്പുള്ള മണ്ണല്ല, അവിടെ പാറയില്ലല്ലോ. പാറില്ല. അപ്പം ഇങ്ങനെ നമ്മൾ അടിനെ കെട്ടിയാണ് കൊണ്ടുവരണം. പിന്നെ കെട്ടിയ കിണർ തന്നെ
വീണ്ടും നമ്മൾ കെട്ടി കൊടുക്കേണ്ടത് അതിൻ്റെ അടിയിൽ നിന്ന് തീപ്പെട്ട് താത്താണ്ട് അത് കെട്ടി കൊടുക്കും. താത്തും അത് വട്ടം കുറച്ച് കണ്ട് താത്തും. ഇല്ല അതേ വട്ടത്തിൽ. അപ്പൊ അത് എങ്ങനെ ചെയ്യാം? സംഗതി ഒന്നും പറഞ്ഞു കൊടുക്കൂല. എങ്ങനെയാന്നുള്ള ചോദ്യമില്ല. ആ ചോദ്യമില്ല. നമുക്ക് സൈഡിൽ കൂടെ അങ്ങനെ നടക്കണം. ഈ കേപ്പുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോയി ഇങ്ങനെ പണിയെടുക്കാൻ പറ്റും. അതായത് ഒരു 2 അടിക്ക് മണ്ണുണ്ടല്ലോ, ഈ കാണുന്ന വട്ടത്തിനെ കാട്ടിയും ഒരു 2 അടിക്ക് മണ്ണ് തള്ളിടും. എന്തിനാരോ എന്നാലേ നടന്നുകൊണ്ട് കയറാൻ പറ്റുള്ളൂ. ആ സാധനം ഇനി അതും പറഞ്ഞുതരാം. ഇവിടെ വേറെ മണ്ണുണ്ട്, നമ്മൾ കെട്ടി കഴിയുമ്പോൾ ആ സൈഡ് നമ്മൾ ഫില്ലും ചെയ്യും. മനസ്സിലാ? കൂലിപ്പണിയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? നമുക്ക് ഒന്നായിട്ട് ഏകദേശം റേറ്റ് കൊടുക്കി. ഒരു ബഡ്ജറ്റ് കണ്ടെച്ചിട്ടുണ്ടാവുമല്ലോ ഈ കിണറിന് വേണ്ടിയിട്ട്. എങ്ങനെയത് പറയാൻ പറ്റുന്നതാണ് ഞാൻ കണക്കൂട്ടുന്നത്. നിങ്ങള് ഏകദേശം എത്ര ആളെ പണി വരും? എന്താ വെച്ചാല് കൂലിപ്പണി എടുക്കുന്നുണ്ട് നിങ്ങളെ കൊല്ലാനാ. മൂപ്പര് ഒരാളെയും പറ്റിക്കുന്ന പരിപാടി മൂപ്പർക്കില്ല. ചുറ്റുപാടുകൾ നമുക്ക് പിന്നെ നമുക്ക് നോക്കാൻ ഒന്നും ടൈമില്ല. നിങ്ങൾ നോക്കേ വേണ്ട. നമ്മളെ ഇഷ്ടം എങ്ങനെ വെച്ചാൽ നമ്മളൊരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വൃത്തിയായി ചെയ്തു കൊടുക്കുക. അതിനൊരാൾ വന്ന് കാവൽ ഉത്തിർക്കുകയോ നോക്കുകയോ പിടിക്കുകയോ ഒന്നും നമ്മൾ പറഞ്ഞ കേസല്ല. പിന്നെ അങ്ങനെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിക്കുന്ന ഒരാളെ ആ ഒരു ഉത്തരവാദിത്വ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓലിക്കായി ചെയ്തു കൊടുക്കുക, പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മളെ കണ്ടീഷൻ. അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ഈ ഒന്ന് എന്റെ ഒരു ആ കളറിട്ടേ, അതായത് ബാങ്ക് ജോലിക്കാരനാ, ഇന്നെ ഏൽപ്പിച്ചതാ. പണിയൊന്നും നമ്മൾ നടത്തല. കാരണമല്ലേ അപ്പൊ ലാസ്റ്റ് പറഞ്ഞിടക്കി എന്താ ചെയ്യണമെന്നല്ല പറഞ്ഞിടക്കി. എന്റെ അഭിപ്രായത്തിൽ ഓവർ താത്തണ്ട. കരാറ് പണി പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്തൊക്കെ ഇതിന്റെ സ്ഥിതി നമ്മൾ പറയാൻ പറ്റും. മനസ്സിലാക്കി മൺകുത്തുള്ളതുകൊണ്ട് എവിടെയൊക്കെയാണ് കുറവ് എന്തൊക്കെയാണ് പാടുന്നൊന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഉരുളങ്കല്ലായിരിക്കും, അടുത്ത് ഒഴിവാക്കാൻ വേണ്ടി വരും. ഇല്ലേ നമ്മൾ എടുക്കുന്ന പണിക്ക് കാര്യമില്ല. നമ്മൾ അവിടുന്ന് കണ്ട് ഓൾറൗണ്ട് കെട്ടി പൊന്തിച്ച് നല്ലൊരു വൃത്തിയിൽ കിണറാക്കി കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ പറമ്പിൽ ആവശ്യമുള്ളൊരു കിണറാണ് ഇത്. പണ്ടുള്ള ഒരു കിണറ്, പഴയ കിണർ ഒഴിവാക്കലൊരു വെള്ളമല്ലേ. എന്റെ ഒരു വീട് വരാന്നുണ്ടല്ലോ. ഈ കിണർ ഇവിടെ നന്നായി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ ഭൂമിയായിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു വീട് എടുക്കാം. ഞാനതൊരു പ്ലാൻ ചെയ്തിട്ട് ഇവിടെ ഒരു നല്ല അടിച്ചുപൊളി വീട് എടുക്കാൻ കിണർ കുത്തിയിട്ടുണ്ട്. പടുത്ത് കുത്തിയതാണ്. അത് പിന്നെ 16-20 കോല് താത്തണം എന്ന് പറഞ്ഞാണ്ട് 16 തന്നെ വെള്ളം കണ്ടു. കരിമ്പാറ ഉണ്ട്, ഒരു സൈസ് ഉറപ്പില്ലാത്തൊരു കരിമ്പാറ ഉണ്ടല്ലോ, പൊടിന്റെ സൈസ്, കുത്തിയ കിട്ടുന്ന സൈസ് മട്ടിപ്പാറ. അത് മട്ടിപ്പാറ ഒരു കൊത്തിന്ന് കിട്ടും. മട്ടി ആ മട്ടിന്റെ പുറപ്പ് കഴിഞ്ഞിട്ടാണ് കരിമ്പാറ ശരിക്കും. അതെ, ആ 2-3 ടയർ അങ്ങനെ മട്ടി ഉണ്ടാവും. ആ 3ാമത്തെ ടയറാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് അടിച്ചുപൊളി കരിമ്പാറ ഉണ്ടാവും. ഇരുമ്പേൽക്കാത്ത ഈ ഏരിയയിലൊക്കെ പൊതുവെ വെള്ളത്തിന് നല്ല ക്ഷാമുള്ള ഒരു ഏരിയ. അങ്ങനെയാണെങ്കിലേ ഇത് പണ്ടേ ഈ ചുറ്റുവട്ടത്തുള്ള ഒരു കിണറാ. പണ്ടേ ചുറ്റുവട്ടത്തുള്ള ഒരു കിണർ. അതിൽ പാറയും കീറിയൊന്നുമില്ല. അപ്പൊ ഇത് തൂർക്കല് വെള്ളമില്ല. കല്ല് കിണറിന്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിലും ആദ്യം നമുക്ക് വണ്ടി എന്താ ചെല്ലുണ്ടെങ്കിൽ മണ്ണാണ് നീക്കാൻ പറ്റുന്ന. ഇതിപ്പോ കൊത്തിട്ട് എത്ര കിണർ പുതിയത്? ഇത് കുറച്ചായിട്ടുള്ളൂ, ഒരു 5 കൊല്ലത്തായിട്ടുള്ളൂ. ഇതിനേശം എത്ര രൂപ ഒന്നുണ്ട്? ഈ കിണർ കുഴിക്കാൻ 5 കൊല്ലം മുമ്പ് 70 ഉറുപ്പ്യ ഒന്നല്ലേ? അപ്പൊ ആ സ്ഥിതിക്ക് നോക്കുമ്പോ ഇപ്പത്തെ അവസ്ഥയിലേ കുഴിക്കാതില്ല കേട്ടോ. അപ്പൊ മക്കളെ പറയാനുള്ള കാര്യം എന്താ വെച്ചാല് ഇത് 5 കൊല്ലം മുമ്പ് 70,000 ഉറുപ്പ്യക്ക് കുഴിച്ചൊരു കിണറാണ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ കിണറുമ്പല് അത്രത്തോളം അതിൻ്റെ അടുത്തേക്ക് എക്സ്പെൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ കിണർ കുഴിക്കുക എന്നാണ് നമ്മളെ ക്ലൈൻറ്റ് പറയുന്നത്. എന്തേ അതല്ലേ ലാഭം? കെട്ടല്, മണ്ണ് മാന്തലും കെട്ടലും സ്ലേവ് ഇടലും. സ്ലേവ് എന്ന് പറഞ്ഞാൽ കിണറിന്റെ 4-1 വരുള്ളൂ. കാരണം നമുക്ക് എന്നാ വയ്യ കിട്ടി, ഏകദേശം 3 മീറ്റർ വയ്യാവുണ്ട്. അത് മൊത്തം ഒരു 40 രൂപ ലേബർ ചാർജ് വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ കിണർ സംരക്ഷിക്കണമല്ല ഏറ്റവും നല്ലത്. നിങ്ങളൊരു പുതിയ കിണർ കുഴിക്കുകയാണ്, അത് മൂടിയിട്ട് ഒരു പുതിയ കിണർ കുഴിക്കുകയാണെങ്കിൽ ഇവിടെ കുഴിക്കുക. ഈ പറമ്പിൽ ഈ ഏരിയ തന്നെ വേറെ കുഴിക്കുക. അപ്പൊ ആ കാണുന്ന നമ്മളിപ്പോ കണ്ട കിണർ, ആ വീട് എന്താ ചെയ്യുക? ആ വീട്ടിലേക്കല്ല കിണർ ഉപയോഗിക്കുക? കിണറുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഒന്നും നോക്കണ്ട, ആ കിണർ സംരക്ഷിക്കുക. ഏകദേശം ഒരു 10-40 ഉറുപ്പ്യൻ്റെ പരിപാടി വരുള്ളൂ. അത്രയും വരില്ല. അതൊരു എസ്റ്റിമേറ്റ് പറഞ്ഞു തരികയാണ്. കാരണം നമ്മളെന്താ അറിയോ, ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക്
ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് അറിയാറ്റുള്ളൂ. ഇപ്പൊ ഇതിന്റെ നമ്മളെ ഇതിപ്പോ നിങ്ങള് 5 കൊല്ലം മുന്നേ 70,000 റുപ്യ പറഞ്ഞില്ലേ, ഇന്ന് ഇപ്പൊ നിങ്ങളാ കിണർ കുടിക്കണ 1,00,000 റുപ്യയുടെ പുറത്തിടും. അത് വരും. പിന്നെ മാത്രല്ല ഇന്നത്തെ കൂലി എത്രയാണുള്ളത്? 1,200 റുപ്യ കൂലിയാ ഒരു കിണർ പണിക്കാരന്. അതേ സമയത്ത് നിങ്ങൾ അന്ന് എത്ര കൂലി കൊടുത്തത്? ഇന്നൊരു കൊല്ലം മുന്നേ 900, 800, 850 റുപ്യ കൂലി അടക്കണ കാലത്ത് കുത്തിയത് അത്രേ ഉള്ളൂ. പോയി 14 ആയി, 15 ആയി, 14 ആയി, 12 ആയി, ഇപ്പൊ 13 ഇഞ്ചായി. കല്ലിങ്ങനെ കുറഞ്ഞു വരും ഓരോ ദിവസം കൂടുന്ന നീളം കുറഞ്ഞ്. പഴയ റേറ്റ് ആണോ ഈ കല്ലിന്? അല്ല, പഴയ കാലത്ത് റേറ്റ് കുറവേനി കല്ലിന് നീളം കിട്ടി. കൊല്ലുള്ള വിലയാണ് ഇന്ന് കല്ലിന്. അത് നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. മൂപ്പര് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? പഴയ കാലത്ത് കല്ലിന് നീളം ഉണ്ടേനി, റേറ്റും കുറവേനി. ഇന്ന് റേറ്റ് ഓരോ ദിവസം കൂടുന്തോറും കല്ലിന് ഇത് നീളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറയല്ല, കുറച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം, ഈ കെട്ടിന് പുടുത്താൻ കുറയും. അതിന്റെ വെർട്ടിക്കൽ ജോയിന്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായെങ്കിൽ അതാണ് 5 കൊല്ലം മുന്നുള്ള പണിയും ഇപ്പോഴത്തെ പണിയിലുള്ള മാറ്റം. എൻ്റെ പേടി എന്ന് വെച്ചാൽ ഉസ്താദിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ ഈ കണ്ണിൽ കാണുന്നതൊക്കെ മൂപ്പർക്ക് കുറ്റമായിട്ടേ തോന്നുള്ളൂ. അങ്ങനത്തെ ഒരാളാണ്. കാരണം ഭൂമിൻ്റെ നിരപ്പ് കിടപ്പ് ആ ഉള്ളിലൂടെ ആവാഹിക്കുന്ന ആളാണ് മൂപ്പര്. ഭൂമിക്ക് പൊക്കളുണ്ട്. ആ ഭൂമിക്ക് പൊക്കളുണ്ടല്ലോ, പറഞ്ഞ് കേൾക്കല്ല, ഭൂമിക്ക് പൊക്കളുണ്ട് പറഞ്ഞാണികളെ. അത് ഭൂമിന്റെ കിടപ്പ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ കാണാം. ആ കൈയിന്റെ നിപ്പ് നോക്കിയാണ് അതിനെ കൈ ഭൂമിയിൽ പൊക്കളുണ്ട്. ഇപ്പുള്ള മനുഷ്യന്മാർക്കാർക്ക് അറിയാം. അത് വേണമെങ്കിൽ നാളെ കുടിക്കണം. ഇന്ന് നേരം വൈകിപ്പോയി. ഇന്ന് 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് സ്ഥാനം കിട്ടില്ല. ടൈമുണ്ട്. ടൈമുണ്ട്. അത് മണ്ണെടുത്താൽ നേരെ ഇട്ടുകാണ്ട് അത് പറ്റും. ടൈമുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് കെട്ടിക്കളി എന്തിനാ വെറുതെ ഇങ്ങനെ വെറുതെ പുതിയ പണിയെടുത്തതാ. ഈ ഇതിൽ വെള്ളം കിട്ടും അവിടെ. പിന്നെ ഒരു കാര്യം ആലോചിക്കട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. അത് പണ്ടുള്ള കാരന്മാര് കുഴിച്ച കിണറാ. ആ കിണറിന്റെ വെള്ളങ്ങൾ ഈ പരിസരത്ത് നിങ്ങൾ ഈ പറമ്പിൽ എവിടെ കുത്തിയാലും കിട്ടില്ല. ആ റോഡ് ലെവലിൽ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ നേരിട്ട് ആ കല്ലിടിക്കാൻ നോക്കിയിട്ട് നിങ്ങൾ ചൂട് വന്നിക്കാനായത് നല്ല കാണാൻ നല്ല ഭംഗി തരും. ഇപ്പത്തെ അവസ്ഥയിൽ വീട് എങ്ങനെ നിക്കണെന്ന് പറഞ്ഞ് കുതിരപ്പുറത്തോ എത്താന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങള് സത്യം തന്നെ പറഞ്ഞു. സത്യം തന്നെ ഞാൻ പറഞ്ഞത്. ഈ പെരക്കാരനെ അറിയണ്ട. കേവലം ഒരു കിണറിന്റെ വർക്ക് പിടിക്കാൻ വേണ്ടി വന്നുകാണ്ട് പെരന്റെ സ്ഥാനം വരെ നോക്കിക്കാണ്ടാണ് ആശാൻ പോണേ. ഇങ്ങോട്ടേക്ക് ഈ പെരക്ക് എന്ത് തകരാറുണ്ടെങ്കിലും മുമ്പ് പറഞ്ഞു കേട്ടോ. എന്നാ പോയി ചാടിക്കല്ലേ. ഈ കിണർ ചെലവ് കുറഞ്ഞ രീതിയിൽ കെട്ടി ആ വഴി എങ്ങനെ സെറ്റപ്പ് ആക്കാന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഇടിഞ്ഞ ഗുഹയുള്ള ഭാഗത്തെ മണ്ണ് ഒരു സ്റ്റേജ് കെട്ടിക്കാണ്ട് ഫുള്ള് കിണറ്റിക്ക് തള്ളിയിടും. അവിടെ ഒരു വീതിയുള്ള ബെൽറ്റ് കൊടുത്ത് ആ ബെൽറ്റുമ്പോൾ ഏകദേശം കുറച്ചങ്ങോട്ട് കെട്ടിയിട്ട് ഒരു ഓൾറൗണ്ട് ഫുള്ള് റൗണ്ട് ബീമും പാടെ കൊടുത്തിട്ട് അതിൽ ഒരു 4 വരും പാടെ കെട്ടുക ചെയ്യാം. അതിലും നമുക്ക് വേണം ചിലവൊക്കെ ചുരുക്കാൻ പറ്റും. പക്ഷേ ബീം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവില്ല കേട്ടോ. അപ്പം അങ്ങനെ കെട്ടുക. അതേപോലെ തന്നെ നമ്മളെ ഉസ്താദിൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ള ആൾക്കാർക്ക് വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ഏതായാലും വർക്ക് ഏറ്റിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാഴ്ചകളൊക്കെ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വിജയിപ്പിക്കുക. ഓക്കെ.